ഗൾഫിൽ നിങ്ങൾ സ്വർണം വാങ്ങാൻ പോകുന്നവരാണോ എങ്കിൽ നിങ്ങളിതായി ഈ കാര്യം അറിഞ്ഞു വെച്ചിരിക്കണം. കാരണം നിങ്ങൾക്കത് ലാഭമേ ഉണ്ടാവും. ഇന്നലെ ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചല്ല, എനിക്ക് PM മെസ്സേജ് ഇട്ടു, റാഫിക്ക ഞാൻ ഇന്ന ഒരു കടയിൽ പോയി സ്വർണ്ണം എടുത്തു, അപ്പം പണിക്കൂലി 20% എടുത്തു, നല്ല പൈസയായി. കൂടെ പോയ പയ്യനാണ് മെസ്സേജ് അയക്കുന്നത്. മറ്റവനൊന്നും അറിയത്തില്ല. 100 ദിനാർ ശമ്പളത്തിന് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ്. അവൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്ത സ്വർണ്ണമാണ്. അപ്പോൾ കടയുടെ പേരൊന്നും ചോദിക്കരുത്, പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു അറബ് രാജ്യമാണ്. അപ്പോൾ അത് വലിയ വിഷയങ്ങളൊക്കെ ആവും. ഇവിടുത്തെ 1-2 വലിയ കട എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയും ഏതൊക്കെയാണ് കടകളെന്ന്. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചെടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഇല്ല, നീ തിരിച്ചെടുക്കൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ ബില്ല് അയക്കാൻ പറഞ്ഞു. അവർ ബില്ല് അയച്ചപ്പോൾ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട്. 24 ഹവേഴ്സിനകത്ത് വെച്ചിട്ട് ഗോൾഡ് മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യണം. അത് കുവൈറ്റിൻ്റെ ലീഗൽ ലോ ആണ്. അതവൻ പറഞ്ഞപ്പോൾ അവർ കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് സംഭവം കൊടുത്തു. അവർക്ക് മനസ്സിലായി ആരോ പറഞ്ഞു കൊടുത്തു, ഇവരുടെ പിന്നിൽ അത് ആരോ ഉണ്ടെന്നുള്ള ഇതിൽ അവന് റീഫണ്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ വലിയ കടകളിൽ നമ്മൾ സ്വർണം വാങ്ങാൻ പോകുമ്പം എന്തായാലും നല്ല പണിക്കൂലി അവരെടുക്കും. കാരണം അവർക്ക് എടുത്തേ പറ്റൂ. ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളും സ്റ്റാഫിൻ്റെ അലവൻസും അതും ഇതും എല്ലാം കൂടെ ആയിട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെടുക്കും. അതെടുത്താലേ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ, മുതലാക്കാൻ പറ്റൂ. പക്ഷേ അതേ സ്ഥാനത്ത് ഈ ചെറിയ കടകളുണ്ട്. നമ്മൾ ഈ മാലിയായി ഇനിയിപ്പോൾ എവിടെയായാലും ഏത് ഗൾഫിലായാലും ചെറിയ കടകളുണ്ട്. ചിലപ്പോൾ 2 സ്റ്റാഫേ ഉണ്ടാവും. ചെറിയ കടയായിരിക്കും. വലിയ കളക്ഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളക്ഷൻ അവിടെ ഒരുപാട് കടകളുണ്ട്, നോക്കി എടുത്താൽ മതി. അവർ പണിക്കൂലി കുറച്ചേ എടുക്കത്തുള്ളൂ. കാരണം എന്താണ്, അവർക്ക് റെൻറ്റ് കുറവാണ്, സ്റ്റാഫ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം നിങ്ങൾക്ക് പണിക്കൂലി കുറച്ച് തരാൻ പറ്റും. പിന്നെ ഗോൾഡ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വലിയ കടകളിൽ നിന്ന് എടുക്കുന്ന ഗോൾഡ് അവർ വീട്ടെന്ന് പറയും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മാറ്റിത്തരാമെന്ന് പറയും. അങ്ങനെ മാറ്റി കിട്ടി ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പണിക്ക് പോയിട്ട്? ഇല്ല, ഒരു 100% ഇല്ല. അപ്പോൾ ഗോൾഡ് എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പ്യുവർ ഗോൾഡാണോ, 916 22 ക്യാരറ്റ് ആണോ എടുക്കുന്നതെന്ന് നോക്കുക. അതിൽ എവിടെ നിന്നാണോ എടുക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ലേസർ സ്റ്റാമ്പിംഗ് ഉണ്ടാവും. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാമ്പാണ് അത്. ആ കടക്കാരനോട്, അതായത് നിങ്ങൾ സെയിൽസ്മാൻ, അതായത് നിങ്ങൾ കസ്റ്റമറാണ്, ആസ് എ സെയിൽസ്മാൻ ഷുഡ് ബി ഹാവ് ടു ഷോ ദാറ്റ് ദ സ്റ്റാമ്പിങ്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരണം. അത് കാണിച്ചു തന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടും. കാരണം ഞാൻ ഇത്രയും കാലമായിട്ട് കുവൈത്തിൽ നിന്നിട്ട് ഞാൻ ഒരു വലിയ കടകളിൽ പോയിട്ട് ഇന്നേ വരെ സ്വർണ്ണം എടുക്കാൻ പോകില്ല. കാരണം എനിക്കറിയാം ഇവിടുത്തെ ഇത്, അവരെ കുറ്റം പറയുന്നതിനല്ല, പക്ഷേ അവർ പണിക്കൂലി എടുക്കും. അതെടുത്തേ പറ്റൂ അവർക്ക് ഇത്ര ശതമാനം. നിങ്ങളൊരു സാധാരണ കടയിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 KD എടുക്കുന്നിടത്ത് ചിലപ്പോൾ ഇവിടെ 1.5 KD എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലാഭം? 2.5 KDൻ്റെ ലാഭമുണ്ട്. ആ 2.5 KD നിങ്ങൾ എടുക്കുന്ന ഒരു 2 പവൻ 3 പവനാണെങ്കിൽ ഒന്ന് കൂട്ടി വെക്ക് നമ്മുടെ ഇന്ത്യൻ മണിയുമായിട്ട്. അപ്പോൾ എപ്പോഴും ഒന്ന് കരുതിയിരിക്കുക. സ്വർണ്ണം എടുക്കാൻ പോകുന്നവർ ചെറിയ കടകളിലൊക്കെ പോയി എടുത്താൽ മതി. കാര്യങ്ങളൊന്ന് അറിയുക. എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ PM ബന്ധപ്പെട്ടാൽ മതി, നമ്മൾ പറഞ്ഞുതരും കുവൈത്തിലാണെങ്കിൽ. ഓക്കെ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും. ഒരുപാട് ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. വലിയ കടകൾ കണ്ടിട്ട് അവിടെ എന്തോ എന്ന് പറഞ്ഞിട്ട് ചെന്ന് ചാടി കയറി കൊടുക്കണ്ട. 8ൻ്റെ പണി കിട്ടും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അധ്വാനിക്കുന്ന പൈസ കുറച്ചെങ്കിലും സേവ് വേണ്ടേ അപ്പോൾ സാധാരണ കടകളിലൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ലാഭം കിട്ടും. ഓക്കെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളി, എല്ലാവരും അറിയട്ടെ.